ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഈ അമ്മയുടെ മകനെ കണ്ടുപിടിക്കാനെ കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്നും ഈ അമ്മയ്ക്കൊരു സംരക്ഷണം ആ മകൻ വന്ന് കാണാനെ കൊണ്ടും സംരക്ഷണം കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യണം. നമ്മളിപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇവിടെ ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരമ്മ ഉണ്ടെന്നറിഞ്ഞു. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡിസ്ചാർജ് ആക്കിയിട്ടും അമ്മ ഏറ്റെടുക്കാൻ ആരുമില്ല. ആ അമ്മ ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. പാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. ഈ ആശുപത്രിയിലെ PRO ആണ് ഞാൻ. ഈ അമ്മ റുഹാനത്ത് എന്ന് പറയുന്ന ഈ അമ്മ ഈ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അയച്ചതാണ്. ഇവിടെ വന്ന് 1.5 മാസത്തിൽ കൂടുതലായി. അമ്മയ്ക്ക് സുഖമായിട്ടും ആരും ഏറ്റെടുക്കാനില്ലാതെ പത്രത്തിലും പോലീസിലും ഒക്കെ അറിയിച്ചു. ഒരു അമ്മയ്ക്ക് ഏറ്റെടുക്കാനില്ല എന്ന് അറിയിച്ചതിന് പ്രകാരം ഈ അമ്മയെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കൈമാറുന്നതിനായി അന്വേഷിച്ചതിന് പ്രകാരം ജീവമാതാ കാരുണ്യ ഭവൻ അധികാരികൾക്ക് കൈമാറുകയാണെന്ന് നമ്മുടെ ഇവിടുത്തെ കോന്നി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് നമ്മളെ വിവരം അറിയിച്ചത്. നമ്മളിവിടെ വന്ന് കണ്ടു, അമ്മയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി. അപ്പം അമ്മയുടെ വീട് എവിടെ എന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. അമ്മയുടെ സംസാരത്തിൽ നിന്ന് അമ്മയ്ക്കൊരു മകൻ ഉള്ളതായിട്ടാണ് അറിയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഈ അമ്മയുടെ മകനെ കണ്ടുപിടിക്കാനെ കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്നും ഈ അമ്മയ്ക്കൊരു സംരക്ഷണം ആ മകൻ വന്ന് കാണാനെ കൊണ്ടും സംരക്ഷണം കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യണം. അതേപോലെ ഈ അമ്മയുടെ മകൻ വന്ന് ഏറ്റെടുക്കുന്നതോളം വരെ നമുക്ക് ഈ അമ്മയുടെ ഷട്ടർ ജീവമാതാ കാരുണ്യ ഭവൻ ഏറ്റെടുത്തിരിക്കുന്നു. മഴനീർക്കണങ്ങളെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ റുഹാനത്ത് എന്ന് പറയുന്ന അമ്മയെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ കയ്യിലൊരു മുറിഞ്ഞ പാടുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ കാല് എന്നെ കെട്ടി പാടുണ്ട്. ഡൈപ്പറൊക്കെ വെച്ച് അമ്മയുടെ ഡൈപ്പർ ഷോക്ക് കുത്തിയിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഈ അമ്മയെ കിട്ടുന്നത്. ഈ അമ്മയുടെ സന്ദേശം നമ്മളാണ്.